അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് നിങ്ങൾ നോക്കട്ടെ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ എത്ര നിൽക്കുന്നു, ഡൗ ജോൺസിൻ്റെ അവസ്ഥ എന്താണ്, ഡൗ ജോൺസ് പ്ലസ് ആണോ, അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും പ്ലസ് ആകും. ഡൗ ജോൺസ് മൈനസ് ആണോ, ഗിഫ്റ്റ് നിഫ്റ്റിയും മൈനസ് ആകാനുള്ള പിന്നെ ഇതൊരു പരിധി വരെ 99% നിങ്ങൾക്ക് ഇതിന് റിലേ ചെയ്യാം. ഇനി അത് ബാക്കിയുള്ളത് എന്താ പറയുക, ഓവർനൈറ്റ് കൊണ്ട് ഹ്യൂജ് ബ്ലാക്ക് സ്വാൻ ഇവൻറ്റ് പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ എന്ത് സംഭവിച്ചാലും അതനുസരിച്ച് ഈ പറയുന്ന പോലെ മാർക്കറ്റുകളിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഡൗ ജോൺസിൽ തന്നെ നമുക്ക് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ അറിയാൻ പറ്റും. എന്നാൽ പോലും അഡീഷണലി ചില എന്താ റെയറസ്റ്റ് ഒക്കേഷൻസിലൊക്കെ എന്താ പറയുക, ഗിഫ്റ്റ് നിഫ്റ്റി ചിലപ്പോൾ എഗൻസ്റ്റ് മീൻസ് നേരെ എഗൻസ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നോർമലി അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ പോകുന്നതിന് പകരം കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോകാനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷെ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം എത്ര ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സംഭവിക്കും, അല്ലെങ്കിൽ മ്യൂട്ടഡ് ആയിരിക്കും. മ്യൂട്ടഡ് എന്ന് പറയുന്നത് എന്നാൽ വലിയ ഗ്യാപ്പും ഇല്ല വലിയ ഗ്യാപ്പ് ഡൗണും ഇല്ലാത്ത രീതി എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനെ എങ്ങനെ മൊബൈലിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ വാച്ച് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി വാച്ച് ലിസ്റ്റ് അവിടെ വരും. ആ വാച്ച് ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെ ആഡ് സിമ്പൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ഓരോ സിമ്പലും എനിക്കിനി ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. എഴുതിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളത് ചെയ്യുക കൃത്യമായിട്ട്. എന്നിട്ട് നിങ്ങൾ അതിനെ കൃത്യമായിട്ടും ഇതേ ഓർഡറിൽ തന്നെ ചെയ്താൽ. ഇനി നോക്കൂ, നാസ്ഡാക്ക് അപ്പോൾ എന്തിനാണ് സാർ ഇവിടെ ഇങ്ങനെ ഒരു നന്ദിയപ്പാർ ഇരിക്കുന്നു നിങ്ങൾ ചോദിക്കാം. നാസ്ഡാക്കും നിഫ്റ്റിയും ഡൗ ജോൺസും നാസ്ഡാക്കും നമ്മൾ ഇവിടുത്തെ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന പോലത്തെ അവിടുത്തെ IT സെക്ടേഴ്സിന് കൂടുതൽ IT സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെയൊക്കെ ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു എക്സ്ചേഞ്ചാണ് നാസ്ഡാക്ക് എന്ന് പറയുന്നത്. ഡൗ ജോൺസ് എന്ന് പറയുന്നത് അവിടെ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട് ഡൗ ജോൺസിനെ റിലേ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഫോളോ ചെയ്യുന്നത് 90% 99% ഞാൻ പറയും ഡൗ ജോൺസിനെ ഫോളോ ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ കുറച്ച് ദിവസം കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള വാഗ്വാദങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.